ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോസിൽ പറയാൻ പോകുന്നത് നമുക്ക് ഓണസദ്യയ്ക്ക് വേണ്ട തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പയറാണ്. പയറിനാവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ പ്ലേറ്റിൽ കാണിച്ചിരിക്കുന്നത്. അതായത് പയറ്, അതിൽ ചേർക്കേണ്ട ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഇട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ, കടുക്, പച്ചമുളക്, തീ കുറയ്ക്കണേ, കറിവേപ്പില, മുളക് അല്പം വാടി കഴിഞ്ഞു. ഇനി പയർ ചേർക്കാം. തീ കുറച്ച് വെച്ച ശേഷം അവിടുന്ന് വേവിക്കട്ടെ. വേവാവുന്നത് വരെ ചെറിയ തീയിൽ മതി. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് മൂടി വെച്ച് വേവിക്കുകയാണ്. അല്പം തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രുചിയാവും തേങ്ങ ഇട്ടാൽ. ഞാൻ ഇതിൽ സവാളയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അല്പം സവാള ചേർത്ത് കൊടുക്കുക. ചെറുതായി കൊത്തി അരിഞ്ഞ സവാള ചേർത്ത് കൊടുത്താൽ രുചിക്ക് അല്പം വ്യത്യാസം വരും. അതും നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയും വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് സവാളയൊന്നും ഉപയോഗിച്ചില്ല. തേങ്ങാമയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനാണ് തനതായ ഒരു പച്ച പയറിൻ്റെ രുചി ലഭിക്കണമെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കാതിരിക്കുക. സവാള ചേർത്ത് കഴിഞ്ഞാൽ സവാളയുടേതായ ഒരു രുചി കൂടി ഇതിന് വരുന്നതാണല്ലോ. അപ്പോൾ അതിനൊരു രുചി വ്യത്യാസം വേറെ തന്നെയായിരിക്കും. ഇന്ന് ഞാൻ അത് ചേർക്കാതെയാണ് വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സവാള കൂടി ഇതിൽ ചേർക്കാട്ടോ. ഇത് വേവായില്ല. ഞാൻ ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കുകയാണ്. നമ്മുടെ തോരൻ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു.
വേവൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനിതിൽ വെള്ളം ചേർത്തിട്ടില്ല. വെറും വെളിച്ചെണ്ണയിലോ ഈ ആവിയിൽ ചെറിയ തീയിൽ വേവിക്കുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇനി തീ ഓഫ് ചെയ്യാണ്.